നമസ്കാരം, ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപണിയിൽ ഇന്ന് നാം കണ്ടത് വളരെ നിർണായകമായ ചില നീക്കങ്ങളാണ്. നമ്മുടെ ട്രേഡിംഗിനെയും നിക്ഷേപങ്ങളെയും സ്വാധീനിക്കാൻ പോകുന്ന 11 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ മാർക്കറ്റ് റിക്കവറി, UPL ഓഹരികളുടെ തകർച്ച, അദാനി പോർട്സ്, ഒലെക്ട്ര, പുതിയ IPOകൾ എന്നിവയ്ക്ക് പുറമെ വിപണിയെ സ്വാധീനിക്കുന്ന ചില സുപ്രധാന ആഗോള വാർത്തകളും നമുക്ക് വിശദമായി പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കാം. ഫെബ്രുവരി 23-ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മികച്ചൊരു റിക്കവറിയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി 50 25,713-ൽ ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് 480 പോയിന്റ് ഉയർന്നു. ഇന്നത്തെ ഈ കുതിപ്പിന് പ്രധാന കാരണം പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികളിലുണ്ടായ വലിയ മുന്നേറ്റമാണ്. ടോപ്പ് ഗെയിനേഴ്സിനെ എടുത്താൽ അദാനി പോർട്സും കൊഡാക് മഹീന്ദ്ര ബാങ്കുമാണ് മുൻപന്തിയിലുള്ളത്. ആഭ്യന്തര നിക്ഷേപകർ താഴെയുള്ള ലെവലുകളിൽ നിന്നും നടത്തിയ ബൈയിങ്ങാണ് വിപണിക്ക് താങ്ങായത്. ഇനി ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയായ UPLലേക്ക് വരാം. UPL ഓഹരികൾ ഇന്ന് വലിയ ഇടിവാണുണ്ടായത്. ഇതിന് കാരണം കമ്പനി പ്രഖ്യാപിച്ച പുതിയ റീസ്ട്രക്ചറിംഗ് പ്ലാനാണ്. തങ്ങളുടെ ആഭ്യന്തരവും അന്തർദേശീയവുമായ ബിസിനസ്സുകൾ ലയിപ്പിച്ച് UPL ഗ്ലോബൽ എന്ന പേരിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ ക്രോപ്പ് പ്രൊട്ടക്ഷൻ കമ്പനിയാകാനാണ് അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ നുവാമ പോലുള്ള ബ്രോക്കറേജുകൾ ഈ ഓഹരിയെ ഡൗൺഗ്രേഡ് ചെയ്തു. കമ്പനിയുടെ വലിയ കടബാധ്യതകളും പുതിയ ഷെയറുകൾ ഇറക്കുമ്പോൾ നിലവിലെ നിക്ഷേപകർക്കുണ്ടാകുന്ന മൂല്യശോഷണവും മാർക്കറ്റിനെ ഭയപ്പെടുത്തി. ഇതാണ് വലിയൊരു പാനിക് സെല്ലിങ്ങിന് കാരണമായത്. അതേസമയം ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഓഹരിയാണ് അദാനി പോർട്സ്. ബ്രസീലിലെ പ്രമുഖ മൈനിംഗ് കമ്പനിയായ വെയിൽ SA, അതുപോലെ നമ്മുടെ NMDC എന്നിവരുമായി ഇരുമ്പയിര് നീക്കത്തിനായി അദാനി പോർട്സ് ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചു. ഇതിവരുടെ ലോജിസ്റ്റിക്സ് ബിസിനസ്സിന് വലിയൊരു വോളിയം ഗ്രോത്ത് നൽകുന്ന കാര്യമാണ്. ദീർഘകാല നിക്ഷേപകർക്ക് ഈ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ വളരെ പോസിറ്റീവായ ഒരു സൂചനയാണ് നൽകുന്നത്. ഇനി EV സെക്ടറിലേക്ക് വന്നാൽ ഒലെക്ട്ര ഗ്രീൻടെക് ഓഹരികൾ ഇന്ന് വലിയ നേട്ടമുണ്ടാക്കി. തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നും 1800 കോടി രൂപയുടെ വലിയൊരു ഓർഡറാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഈ ഓർഡർ വരും ക്വാർട്ടറുകളിൽ ഒലെക്ട്രയുടെ റവന്യൂ വളർച്ചയ്ക്ക് വലിയൊരു സപ്പോർട്ട് നൽകും. ഗവൺമെന്റ് EV സെക്ടറിന് നൽകുന്ന പ്രാധാന്യം ഇത്തരം ഓഹരികൾക്ക് വലിയൊരു ബൂസ്റ്റാണ് നൽകുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു നീക്കം നടത്തിയ മറ്റൊരു കമ്പനിയാണ് ബലറാംപൂർ ചിനി മിൽസ്. പഞ്ചസാര, എഥനോൾ ബിസിനസ്സുകളിൽ സഹായപ്പെടുന്ന ഇവർക്ക് ആദ്യമായി ബയോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വില അല്പം ഉയർന്നു. അടുത്തത് IDFC ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ അപ്ഡേറ്റാണ്. IDFC ഫസ്റ്റ് ബാങ്കിലെ 590 കോടി രൂപയുടെ തട്ടിപ്പ് വാർത്ത വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ സംഭവം ബാങ്കിന് ഒരു സിസ്റ്റമിക് റിസ്ക് ഉണ്ടാക്കുന്നില്ല എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ വർഷത്തിലെ അവസാന ക്വാർട്ടറിലെ ലാഭത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് മാനേജ്മെന്റും പറയുന്നു. അതിനാൽ റീറ്റെയിൽ നിക്ഷേപകർ ഇത് കണ്ട് പാനിക് ആകേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി പ്രൈമറി മാർക്കറ്റിലേക്ക് നോക്കാം. ആൽപൈൻ ടെക്സ് വേൾഡ്, അഞ്ജലി ലാബ്ടെക് എന്നിവയുൾപ്പെടെ 4 പുതിയ കമ്പനികൾക്ക് പബ്ലിക് ഓഫർ തുടങ്ങാൻ സെബി അനുമതി നൽകി. IPO മാർക്കറ്റ് വീണ്ടും സജീവമാകുകയാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്തയാണ് ആമസോൺ ബാംഗ്ലൂരിൽ പുതിയ ഓഫീസ് തുറന്നത്. ഏഷ്യയിലെ തന്നെ ഇവരുടെ രണ്ടാമത്തെ വലിയ ഓഫീസാണിത്. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആശങ്കകൾക്കിടയിലും വൻകിട ടെക് കമ്പനികൾ ഇന്ത്യയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് നമ്മുടെ ജോബ് മാർക്കറ്റിനും കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിനും വലിയ നേട്ടമാണ്. ഇനി നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള ചില ആഗോള വിഷയങ്ങൾ നോക്കാം. മാർച്ചിൽ നടക്കാനിരുന്ന ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ അമേരിക്ക മാറ്റിവെച്ചു. ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന പുതിയ ടാരിഫ് നിയമങ്ങൾക്ക് അമേരിക്കൻ കോടതി തടയിട്ടതാണ്. ടാരിഫ് പോളിസികളിലെ ഈ അനിശ്ചിതത്വം നമ്മുടെ എക്സ്പോർട്ട് സെക്ടറുകളായ IT, ഫാർമ കമ്പനികൾക്ക് ഒരു ചെറിയ തിരിച്ചടിയാണ്. ഈ വാർത്തകൾ നാം ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ വീണ്ടും രൂപപ്പെടുകയാണ്. അമേരിക്കൻ ആക്രമണം ഭയന്ന് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം തിരികെ വരാൻ ഗവൺമെന്റ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് നേരിട്ട് ബാധിക്കുന്നത് ക്രൂഡ് ഓയിൽ വിലയെയാണ്. ഇന്ത്യ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അതിനാൽ വില വർധനവ് പണപ്പെരുപ്പത്തിന് കാരണമാകും. അവസാനമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പുതിയ പ്രോട്ടോകോൾ ഒപ്പുവെച്ചു. ക്യാപിറ്റൽ ഗെയിൻസ്, ഡിവിഡൻഡ് എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. യൂറോപ്പിൽ നിന്ന് വരുന്ന വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ വ്യക്തത നൽകാനും ഇന്ത്യയിലേക്ക് കൂടുതൽ ഫണ്ടുകൾ വരാനും ഈ പുതിയ കരാർ സഹായിക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാന മാർക്കറ്റ് വാർത്തകൾ ഇവയാണ്. ഈ അനാലിസിസ് നിങ്ങളുടെ ട്രേഡിംഗിൽ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.